ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചീസ് ടിപ്സ് ആൻഡ് ടേസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 അറേബ്യൻ ഡിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ചിക്കൻ ഫ്രൈയും. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ചിക്കൻ മസാലയൊക്കെ തേച്ച് ഒരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്നിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. എന്നിട്ടത് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചൊരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കാം. പേസ്റ്റ് നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ അങ്ങനെ വെച്ചേക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോഴേ നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹമൂസ് റെഡിയാക്കാം. ഹമൂസ് റെഡിയാക്കാനായിട്ട് ഞാനൊരു 150 ഗ്രാം വെള്ളക്കടല നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, അല്പം ഉപ്പും കൂടി ഇട്ടിട്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ തൈര് വേണം, നല്ല കട്ടിയുള്ള തൈര്. പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയും 1 പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പ്, ഒലിവ് ഓയിൽ. പിന്നെ നമ്മുടെ ഹമൂസിൻ്റെ അത് ചേർക്കാൻ ആവശ്യമായിട്ട് കുറച്ച് തഹിന വേണം. തഹിന എന്ന് പറയുന്ന ഒരു പേസ്റ്റാണ്. അത് നമുക്ക് ഇവിടെ ഗൾഫിലൊക്കെ അവൈലബിൾ ആണ്. നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ള എള്ളുണ്ടല്ലോ, വെള്ള എള്ളിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് പേസ്റ്റാക്കി എടുക്കുന്നതാണ് തഹിന. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് തന്നെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി വേണം. അത് നമ്മൾ കടല വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ബാക്കി കാണുമല്ലോ, ആ വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ നമ്മുടെ ഹമൂസിന് നല്ലൊരു പുളിപ്പൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി, നല്ല പേസ്റ്റാക്കി തന്നെ അരയ്ക്കണം കേട്ടോ. ഇടയ്ക്ക് കട്ടിയാവുകയാണെങ്കിൽ നമ്മൾ കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഹമൂസ് ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് കടലയുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു റെഡ് ചില്ലി പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തുകൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹമൂസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് ഡിപ്പ് എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. അടുത്തത് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ബാബ ഗനുഷാണ്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിപ്പാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ വലിയ വഴുതന വെച്ചിട്ടാണ്. അധികം സീഡ് ഇല്ലാത്ത ടൈപ്പ് വഴുതന എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 2 വലിയ ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, ഒരു വളരെ ചെറിയ പീസ് തക്കാളി മതി. ഒരു തക്കാളിയുടെ ഹാഫ് മതി. അതും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വളരെ ചെറിയ ഹാഫ് പീസ്. പിന്നെ ആവശ്യത്തിന് ലെമണ്, ഒലിവ് ഓയിൽ. അതിൻ്റെ കൂടെയും നമുക്ക് വേണം നമ്മുടെ തഹിനയും തൈരും. അതും ഓരോ സ്പൂൺ വെച്ചിട്ട് മതി. അപ്പോൾ ഇതും എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വഴുതനങ്ങയ്ക്കകത്ത് ആദ്യമേ ഒന്ന് ഇതുപോലെ 1-2 ഹോളൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇത് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് ഇങ്ങനെ ഗ്രില്ല് പോലെ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ യൂസ്ഫുൾ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നേരെ നമ്മുടെ സ്റ്റൗവിൽ തീ കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേകുന്നത് വരെ നമുക്കിങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഒരു ഡിഷിൻ്റെ മുകളിൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ഒലിവ് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഓവനിലോട്ടൊരു 15 to 20 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ആ രീതി നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ.
ഇതാ നോക്കിക്കേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് ടേസ്റ്റായിട്ട് വരുള്ളൂ. രണ്ട് രീതിയിലും റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്, ഗ്രില്ലിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. ഇതിനി ഞാൻ ഇതിൻ്റെ ആ സ്കിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്കൊരു ബൗളിലോട്ട് ഇടാം. അതിൻ്റെ ഫ്ലഷ് എല്ലാം നന്നായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരു സ്പൂണ് വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, അതുപോലെ ടൊമാറ്റോ, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞ തഹിന ഉണ്ടായിരുന്നല്ലോ, ഒരു ടേബിൾ സ്പൂൺ തഹിനയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാബ ഗനുഷ് റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞ സാധനം അധികം ആരും, സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളാണ്. പക്ഷേ ഈ രീതിയിൽ വെച്ചാൽ നന്നായിട്ട് കഴിക്കും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയാണ് മെയിനായിട്ടും, പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പോവും കേട്ടോ. നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പാഴ്സലിയും കൂടി മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. അടുത്തത് റെഡിയാക്കാൻ പോകുന്നത് മുത്തബല്ലാണ്. ഇതും വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഡിപ്പിൽ നിന്ന് വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് റെഡിയാക്കാൻ. ഇതിനും വേണ്ടത് വഴുതന. ഇത് ആദ്യമേ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട്, തീയുടെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം, ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് മിക്സിയിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അത് നമ്മൾ നേരത്തെ ചേർത്ത ഐറ്റംസ് തന്നെയാണ്. നമ്മുടെ തഹിന, അതുപോലെ തൈര്, പിന്നെന്താ ലെമൺ, അത്ര ഐറ്റംസേ ഉള്ളൂ ഇതിനും. അപ്പം ഞാനത് ചേർക്കുമ്പോൾ കാണിച്ചു തരാം. വഴുതനയെല്ലാം ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കും കേട്ടോ, അതാണ് നല്ലത്. ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തഹിന ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, അതുപോലെ ഒരു പീസ് ഗാർലിക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ 3 ഡിപ്പുകളും റെഡി ആയിട്ടുണ്ട്. എന്താ ഇതിപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത മുത്തബല്ലാണ്. അത് ഞാനൊരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് റെഡ് ചില്ലി പൗഡറും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 അറേബ്യൻ ഡിഷുകളാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ വഴുതനങ്ങയും കടലയൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരൈറ്റം കൂടി ചെയ്യാനുണ്ടല്ലോ, നമ്മുടെ ചിക്കൻ. അപ്പോൾ ചിക്കൻ ഞാനിവിടെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതും കൂടി എടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം.
ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് വെക്കുന്നത് കൊണ്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ടി വരും. എന്നാലേ നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഒരു 10-15 മിനിറ്റ് കൂടുതൽ എടുക്കും കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ട് കുക്കായി തോന്നുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കിയിട്ടിട്ട് അതിൻ്റെ അടച്ച് വെച്ചിരിക്കുന്ന പാത്രം മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 ഡിപ്പുകളും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.